കറുത്തമുത്ത് എന്ന സീരിയൽ എത്ര പേർക്ക് മറക്കാൻ സാധിക്കും? ആർക്കും അത് മറക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. കാരണം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു സീരിയൽ അത്രമാത്രം പ്രേക്ഷകർ മറക്കുകയുമില്ല എന്നത് സത്യം തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളുടെ പ്രാധാന്യം അനുസരിച്ച് വീണ്ടും ആത്മയിലെ ഒരു മീറ്റിങ്ങിൽ വെച്ച് കറുത്തമുത്തിലെ പ്രേമിയെ കണ്ടുമുട്ടിയിരിക്കുകയാണ് പ്രേക്ഷകർ. അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ എന്ന് പറയാം. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്തകൾ ഏറ്റെടുക്കുമ്പോഴും പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് മാറുകയാണ് ഇവരുടെ ഓരോ നല്ല സന്ദേശവും. പ്രേക്ഷകർ ഇപ്പോൾ ആത്മയിലെ ഇവരുടെ വിശേഷങ്ങളെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ആത്മയിൽ എന്തൊക്കെ ആളുകൾ സംസാരിച്ചു എന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ആരാധകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്ന വാർത്ത എന്ന് കൂടി നമ്മൾ പറയണം. ഇപ്പോൾ അവിടെ കറുത്ത മുത്തിലെ പ്രേമി എത്തിയപ്പോൾ സന്തോഷം പകർന്നു തന്നെയാണ് താരം എത്തുന്നത്. വർഷങ്ങളായി തന്നെ താൻ കറുത്ത മുത്തിലെ സീരിയലിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രേമി പറയുന്നത്. എനിക്കിതുവരെ കറുത്ത മുത്തിൽ നിന്നും മോചനം ലഭിച്ചിട്ടില്ല. 10 വർഷമായി തന്നെ ഞാൻ അതിൽ തന്നെ അഭിനയിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ആ സീരിയൽ ചെയ്യുന്നത്. അതിൻ്റെ തെലുങ്ക് പതിപ്പും തമിഴ് പതിപ്പും ഒക്കെയാണ് ചെയ്യുന്നത്. അതിൽ സന്തോഷമായി തന്നെ മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ മലയാളത്തിൽ നിന്നും അങ്ങനെ വിളി വരാറില്ല. അല്ലാതെ മലയാളത്തിനോടൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പ്രേക്ഷകരുടെ അടുത്ത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം ലഭിക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയണം. ഇപ്പോഴും കറുത്തമുത്തിലെ കാർത്തു തന്നെയായി നിൽക്കുന്നു. 10 വർഷമായി ആ കഥാപാത്രത്തിൽ നിന്നും മാറിയിട്ടില്ല. അതാണ് ഇപ്പോൾ പ്രേമി പറയുന്ന ഒരു കാര്യം. ഇപ്പോഴും ആ സീരിയൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സീരിയലിൽ നിന്ന് മാറ്റമില്ല എന്ന് താരം പറയുമ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടി. എന്നാൽ ആ സീരിയലിൻ്റെ റീമേക്കാണ് ഇപ്പോഴും ഹിറ്റായി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷമായി ആ സീരിയലിന് അത്രമാത്രം പ്രേക്ഷക പ്രീതി കൂടി നേടുന്നുണ്ട്. ഒരു ദിവസം 1 ലക്ഷത്തിലധികം രൂപ സംഭാവന അല്ലെങ്കിൽ സമ്മാനമായി ലഭിക്കുന്നുണ്ട് എന്ന് താരം പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെ പറഞ്ഞെത്തിയിരുന്നു. ഒരു മാസത്തിൽ 15 ദിവസത്തെ ഷെഡ്യൂൾ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ അത്രമാത്രം മതി. അതുപോലെ തന്നെയാണ് കറുത്തമുത്തിലെ ഈ കാർത്തിയുടെ ഭർത്താവ് എല്ലാവരും വളരെയധികം അറിയുന്ന പ്രശസ്തനായ ഒരു ജ്യോത്സ്യനാണ് എന്നത് കൂടിയുള്ളത്. അതും എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. എല്ലാവർക്കും വളരെ നന്നായി അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത എന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്ത എന്ന് തന്നെ പറയണം. ഓരോ തവണയും ആരാധകർ ആ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ വളരെയധികം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നുണ്ട് എന്നത് മാത്രമല്ല, പ്രേക്ഷകരുടെ പ്രീതിയും വളരെയധികം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഇതിനിടയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താരം വർഷങ്ങൾക്ക് ശേഷം ആ സീരിയൽ മേഖലയിലേക്ക് തിരിച്ചെത്തിയത്. മലയാള സീരിയൽ മാത്രമാണ് ഇപ്പോൾ ചെയ്യാത്തതെന്നും മറ്റുള്ള സീരിയലുകളെല്ലാം താൻ സജീവമാണെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.